ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പം എൻ്റെ വീട്ടിലുള്ള ഫ്രൂട്ട് പ്ലാന്റ് കൃഷി അധികം ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കുന്നതാണ്, വാട്സാപ്പ് വഴി അതേപോലെ കമൻറ്റ് രൂപം ഒക്കെ ചോദിക്കുന്നതാണ്. ഇപ്പം ഞാൻ വെച്ചിട്ട് ഒരുപാട് വർഷം എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ് കാര്യമായിട്ട് കായ്ഫലം കിട്ടുന്നില്ല, നിങ്ങൾ എന്ത് വളമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 3 വർഷമായി ഞാൻ നട്ടിട്ട് ഒരു അനക്കവും ഇല്ല, ഒരു വളർച്ചയും ഇല്ല, കായ്ഫലം കിട്ടുന്നില്ല, എന്ത് വളമാണ് കൊടുക്കുന്നതെന്നൊക്കെ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യമേ ഞാൻ പറയാം, നമ്മളെ കൃഷിന്റെ അറിവുകൾ നമുക്ക് പകുതി മാത്രമേ നമുക്ക് പറഞ്ഞു നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ബാക്കി പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ശീലിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കി വരേണ്ട കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് വളങ്ങളാണ് കൊടുത്തതെന്നുള്ളത്. അപ്പൊ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാ ജൈവ വളങ്ങളൊക്കെ തന്നെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എല്ലാം എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇതിന് മുന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പ്രധാന മൂലകമായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതാണ് നമ്മൾ ചെടികളെ വളർച്ചന്റെ 3 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഉപമൂലകമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസുമാണ് നമ്മൾ ഇതിന്റെ കൂടെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ മറ്റു ഹോർമോൺ വളങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഈ നൈട്രജൻ, ഈ പ്രധാന മൂലകമായിട്ടുള്ള NPK ഉണ്ടല്ലോ, ഇനി നൈട്രജൻ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇതൊക്കെ പരീക്ഷിക്കും. ചിലപ്പോൾ ഒരു രീതിയിലായിരിക്കും ഞാൻ ഇപ്പൊ ചിലപ്പോൾ ഞാൻ സീമക്കൊന്നന്റെ സ്ലറി ഉണ്ടാക്കിയിട്ടായിരിക്കും നൈട്രജൻ കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ പച്ചച്ചാണകം കലക്കിയിട്ടുള്ള സ്ലറി ഉണ്ടാക്കിയിട്ടായിരിക്കും കൊടുക്കുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ. അപ്പൊ ഞാൻ കൊടുക്കുന്ന എല്ലാ വളങ്ങളും എനിക്ക് കമന്റിൽ ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഞാൻ മാറി മാറി കൊടുക്കുന്നതാണല്ലോ. പല രീതിയിലുള്ള സ്ലറികൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്, ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി, നമ്മൾ കൊടുക്കേണ്ട മൂലകം ഇപ്പൊ NPK ആണെന്നുണ്ടെങ്കിൽ NPK പല ഓപ്ഷൻസിൽ നമ്മൾ കൊടുക്കുക. അത് ചെടികൾക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് കിട്ടാൻ പറ്റുക, അതേ രൂപത്തിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് നമ്മൾ വീട്ടിൽ, നമ്മൾ ടെറസിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുമുറ്റത്താണെങ്കിലും നമ്മൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു നഴ്സറി നമ്മൾ പ്ലാന്റ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങുമ്പോൾ നമ്മൾ എയർ ലെയർ ചെയ്ത പ്ലാന്റ് വാങ്ങും, അതേപോലെ ബഡ് ചെയ്ത പ്ലാന്റ് വാങ്ങും, ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റും വാങ്ങും. അപ്പൊ ഈ 3 പ്ലാന്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിന്റെ മദർ പ്ലാന്റ് കായ്ച്ച മദർ പ്ലാന്റ് ആണോ എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. പക്ഷെ അധിക നഴ്സറി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. പറ്റുമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വാങ്ങാം. അപ്പൊ സീഡ് മുളപ്പിച്ചിട്ടുള്ള പ്ലാന്റുകൾ കഴിയുന്നത് ഒഴിവാക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാത്തിരിക്കാനുള്ള സമയമില്ല. കാത്തിരിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറഞ്ഞത്, അല്ലെ പ്ലാന്റ് മോശം ആയതുകൊണ്ടല്ല. സീഡ് മുളപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കായ്ക്കാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾ എടുക്കും. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പ്ലാന്റ് വാങ്ങുമ്പോൾ, നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ പ്ലാന്റ് ഹെൽത്തി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ നഴ്സറി അത്യാവശ്യം വിശ്വാസയോഗ്യമായിട്ടുള്ള നഴ്സറി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ പ്ലാന്റ് വാങ്ങാം. ഇനി രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നടുന്ന സ്ഥലം, അതേപോലെ തന്നെ നടുന്ന സമയം. അപ്പൊ നടുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ഇത് വെച്ചിട്ട് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിച്ച സമയം എന്ന് പറഞ്ഞാൽ, മഴ നല്ല അടിച്ചു പിടിച്ച് പെയ്യുന്ന ഒരു സമയത്തൊന്നും നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടി പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ നല്ല വെയിൽ കിട്ടുന്ന സമയം, വെച്ചാൽ ഒരു മെയ് 1, ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആ ഒരു ടൈമിൽ നമ്മൾ കഴിയുന്നതും പ്ലാന്റ് നടാതിരിക്കുന്നതാണ് നല്ലത്. തൽക്കാലം നമ്മൾ പ്ലാന്റ് വാങ്ങി വെച്ചാൽ ഒന്ന് മാറ്റി വെക്കുക. വീടിന്റെ സൈഡിലൊക്കെ അവിടേക്കൊക്കെ വെയിൽ അധികം കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. വെയിൽ ഒന്നൊന്ന് മാറ്റം വന്നതിന് ശേഷം നടാം. അതേപോലെ നല്ല മഴ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിലും പ്ലാന്റ് നടാതിരിക്കുക. മഴ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി സ്ഥലം എന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം എന്ന് പറഞ്ഞാൽ പല ഫ്രൂട്ട് പ്ലാന്റിനും കിട്ടേണ്ട വെയില് പല രീതിയിലായിരിക്കും. ഇപ്പൊ മാവ്, പേരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള വെയിൽ തന്നെ കിട്ടണം. അപ്പൊ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ്. ഇപ്പൊ നമ്മൾ മണ്ണിലൊക്കെ ആണ് നടുന്നതെന്നുണ്ടെങ്കിൽ വെയിൽ നല്ല കിട്ടുന്ന സ്ഥലത്ത് ആ പ്ലാന്റുകൾ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷെ മറ്റു ചില പ്ലാന്റുകൾക്കൊന്നും വെയിൽ അത്ര കിട്ടേണ്ടത് വരില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ സ്ഥലം ആദ്യം മനസ്സിലാക്കി വെക്കുക. ഏത് പ്ലാന്റ് ആണ് നമ്മൾ വെക്കുന്നത്, ആ പ്ലാന്റിന് എത്ര ശതമാനം നമുക്ക് വെയിൽ കിട്ടേണ്ട പ്ലാന്റ് ആണ്, അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റ് വെക്കുന്ന മണ്ണാണ് കേട്ടോ. മണ്ണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പൊ ഇന്ത്യ പ്രദേശം, കോഴിക്കോട് ഭാഗങ്ങൾ, തീരദേശ പ്രദേശങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചളി പോലത്തെ മണ്ണായിരിക്കും. മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കും. അപ്പൊ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്താണ് നമ്മൾ നടേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അങ്ങനത്തെ സ്ഥലമാണോ, അങ്ങനത്തെ മണ്ണാണോ എന്നുള്ള നമ്മൾ നോക്കുക. അതേപോലെ പാറ പോലത്തെ സ്ഥലമാണോ എന്നുള്ള നമ്മൾ നോക്കുക. നല്ല ചെമ്മണ്ണുള്ള സ്ഥലമാണോ എന്നുള്ള നമ്മൾ നോക്കുക. മണ്ണിന്റെ സ്വഭാവം ഏകദേശം നമ്മൾ മനസ്സിലാക്കുക. കാരണം
അങ്ങനത്തെ ചളി പോലത്തെ മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലാന്റ് നടാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ അമ്ലത കൂടുതലായിരിക്കും. നമ്മൾ നട്ടാൽ അതിൽ നിന്ന് കറക്റ്റായിട്ട് വളർച്ച കിട്ടൂല, കായ്ഫലം നമുക്ക് കിട്ടൂല. ഇനി അതല്ലാതെ നമ്മളിപ്പോൾ പോട്ടിലോ ഡ്രമ്മിലൊക്കെ ആണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് മണ്ണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മണ്ണും നമ്മൾ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പൊ മണ്ണ് നമുക്ക് പല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇപ്പൊ ഉപയോഗിച്ച മണ്ണ് അതേപോലെ ചളി പോലെ കിടക്കുന്ന മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂര്യതാപീകരണം കറക്റ്റായിട്ട് നമ്മളൊരു 15 ദിവസം ഒരു 12 ദിവസം നമ്മൾ ചെയ്തതിന് ശേഷം മണ്ണ് ട്രീറ്റ് ചെയ്യുക. അതിൽ കുമ്മായ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ട്രീറ്റ് ചെയ്ത് പിന്നീട് വളങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ അധിക പേരും പറയുന്നതാണ്, നിങ്ങൾ തന്നെയല്ല പല വീഡിയോയിലും പറഞ്ഞത്, കാരണം നമ്മളെ മണ്ണിൽ ഓർഗാനിക് ആയിട്ടുള്ള പോഷകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ മണ്ണിൽ നമ്മൾ നട്ടാൽ നമ്മൾ ഇനിയിപ്പോൾ കറക്റ്റായിട്ട് അടിവളങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുന്നൊക്കെ. പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ മണ്ണിൽ നട്ടിട്ട് ഇതുവരെ ചെടികൾ അതിന്റെ വളങ്ങൾ വലിച്ചെടുത്തിട്ടില്ല. ചെടികൾക്ക് വളർച്ചയില്ല. 2-3 വർഷമായി ചെടികൾ മുരടിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു കാരണം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകൾ ഉണ്ടാക്കുമ്പോൾ പുറമെന്ന് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് മണ്ണ് നടാണ് ചെയ്യുക. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് മണ്ണിൽ ഓർഗാനിക് ആയിട്ടുള്ള പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മേൽമണ്ണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അടിമണ്ണിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ട്രിപ്പറിൽ കൊണ്ടുപോയിട്ട് അടിക്കുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ ഓരോ കോറിയിൽ നിന്ന് വാരി എടുക്കുന്ന അടിമണ്ണുകളാണ്. അപ്പൊ അത് കൊണ്ടുപോയി നട്ടിട്ട് അതിൽ നമ്മൾ ചെടി കൊണ്ടുപോയി നട്ടിട്ട് മണ്ണിൽ ഓർഗാനിക് ആയിട്ടുള്ള പോഷകങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം അങ്ങനെ ചെടികൾക്ക് പോഷകങ്ങൾ കിട്ടൂല. പണ്ട് മുതലേയുള്ള നമ്മളെ സ്ഥലങ്ങളൊക്കെ പറമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി കരിയിലകൾ വീണിട്ടതൊക്കെ നല്ല രീതിയിൽ പോഷകം മണ്ണിന്റെ മേൽമണ്ണിൽ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ചെടി ഇപ്പൊ നമ്മൾ ഒരു വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേരുകൾ ആ വളങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ട് വലിച്ചെടുക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മളെ വീടുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ മണ്ണ് കൊണ്ടിട്ട മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യണം. എന്നാലേ ചെടികൾക്ക് അത് കറക്റ്റായിട്ട് വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ മണ്ണ് നമ്മൾ കുമ്മായൊക്കെ ഇട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം അപ്പൊ പലരും ചോദിക്കും ഡോളമേറ്റ് ഇട്ടാൽ പോരെന്ന്. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റായിട്ട് കൃഷി തുടങ്ങുമ്പോൾ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുമ്മായ ഇടുന്നതാണ് നല്ലത് കേട്ടോ. ഡോളമേറ്റ് പിന്നീട് നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്ന ടൈമിലൊക്കെ ഡോളമേറ്റ് കൊടുത്താൽ മതി. അപ്പൊ കുമ്മായത്തിൽ കാൽസ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ കുമ്മായ ഇട്ടിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് അതിൽ അടിവളങ്ങൾ ജൈവ വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ മണ്ണിൽ നടാന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പോട്ടിൽ നടാന്നുണ്ടെങ്കിൽ ജൈവ ചാണകപ്പൊടി, അതേപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടി അടങ്ങിയ ജൈവവളം ഉണ്ട്. നമ്മളെ സൂപ്പർ മീലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ഈ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പോട്ടിലൊക്കെ നടാന്നുണ്ടെങ്കിൽ നമ്മളെ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കണം. വായു സഞ്ചാരം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റോ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോട്ടിലും ഡ്രമ്മിലും നടുമ്പോൾ മാത്രം കേട്ടോ. മണ്ണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരിച്ചോറോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. മണ്ണിൽ നമ്മൾ കരിയിലകളും പച്ചിലകളൊക്കെ നമ്മളെ പറമ്പിലുള്ള പച്ചിലകളും ഒക്കെ പറിച്ചിട്ട് അതിട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിൽ നിന്ന് തന്നെ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ അവിടെ നടന്നോളും. പോട്ടിലൊക്കെ നടുമ്പോൾ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. പെർലൈറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ചകിരിച്ചോറ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറ് നമ്മൾ എടുക്കുക. അപ്പൊ ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലത് ചകിരിച്ചോറൊക്കെ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ കമ്പോസ്റ്റ് എങ്ങനെ ആക്കേണ്ടതെന്നുള്ളതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കാം. മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജൈവ വളങ്ങളും അതേപോലെ കരിയിലും പച്ചിലും ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ചെടി നട്ടതിന് ശേഷം അയച്ച കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ് അതിൽ വെക്കുക. ഈ കരിയിലും പച്ചിലൊക്കെ ഇട്ട് അതിന്റെ ഇടയ്ക്ക് മണ്ണിടുക. ഇങ്ങനെ തട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. വളങ്ങൾ മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് അത് മണ്ണിട്ട് മൂടിയിട്ട് നമ്മൾ പൊതട്ട് കൊടുക്കുക. അപ്പോൾ പൊതട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പച്ചില കൊണ്ടോ അല്ലെങ്കിൽ കരിയില കൊണ്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ പൊതട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം വേനൽക്കാലത്ത് നമ്മൾ തടമാക്കിയിട്ടാണ് മണ്ണിൽ നടുന്ന ചെടികൾ നടേണ്ടത്. ഒരു തടം എടുത്തിട്ടാണ് നടേണ്ടത്. അത് മഴക്കാലമായി കഴിഞ്ഞാൽ തടം നേരെ ഓപ്പോസിറ്റ് ആക്കണം കേട്ടോ. നമ്മൾ അയച്ചൊരു പിരമിഡ് പോലെ കൂമ്പാരാക്കി. കാരണം വെള്ളം നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരും. അപ്പൊ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ നടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ 2 രീതി മാറി മാറി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് വളപ്രയോഗമാണ്. അപ്പൊ വളപ്രയോഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ വളങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെടിക്ക് ആ ടൈമിൽ ഏത് വളമാണോ വേണ്ടത്. പ്രധാനമായിട്ടുള്ള NPK ആണല്ലോ. ഈ NPK വളങ്ങൾ അതാത് ടൈമിൽ ഏതാണോ കൂടുതൽ വേണ്ടത്. ഇപ്പൊ പൊട്ടാസ്യം മാത്രമാണ് കൂടുതൽ വേണ്ടത്. ഇപ്പൊ കായ്ക്കാനുള്ള ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം മാത്രം. ആ പൊട്ടാസ്യം നമുക്ക് ജൈവ രൂപത്തിലും കൊടുക്കാം, രാസരൂപത്തിലും കൊടുക്കാം. പക്ഷെ പൊട്ടാസ്യം മാത്രമായിട്ട് കൊടുക്കരുത്. മറ്റു വളങ്ങളും അതിന്റെ ലേശം കുറച്ചെങ്കിലും നമ്മൾ കൊടുക്കണം. കാരണം പൊട്ടാസ്യം മാത്രമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നൈട്രജൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പൊ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഓരോരോ ചെടിക്കും യഥാസമയത്ത് ഏത് വളങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയന്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മൈക്രോ ന്യൂട്രിയന്റ് ഇപ്പൊ മണ്ണിലൊക്കെ നടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ട് തന്നെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിലൂടും അല്ലാതെ മണ്ണിലൂടെ ഒക്കെ മൈക്രോ ന്യൂട്രിയന്റ് ചെടികൾക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ടൈമിലാണ് നമ്മൾ അത് പെട്ടെന്ന് കൊടുക്കേണ്ടത്. അപ്പൊ ഈ വളങ്ങൾ
പെട്ടെന്ന് ചെടികൾക്ക് കിട്ടാൻ വേണ്ടി ഡെഫിഷ്യൻസി കാണിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞത് ഇലകളിലൂടെ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കാൻ പറ്റിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയന്റോ അല്ലെങ്കിൽ ഇപ്പോൾ LPK വളങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ വളങ്ങൾ കൊടുത്താൽ അത് ഒരു മാസത്തേക്ക് കാലാകാലത്തേക്കുള്ള വളങ്ങളല്ല. ഒരു ഡെഫിഷ്യൻസി കാണിക്കുന്ന ടൈമിൽ ചെടിക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നീട് ആ വളങ്ങൾ നമ്മൾ ജൈവ രൂപത്തിൽ തന്നെ നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ പലരും എന്നോട് ചോദിക്കുന്നതാണ്, കാരണം നമ്മളെ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് ഇത്ര വർഷമായി കായ്ക്കുന്നില്ല, അതിനെന്താണ് ചെയ്യേണ്ടത്, എന്താണ് കായ്ഫലം കിട്ടാത്തതിന്റെ കാരണം എന്നൊക്കെ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, കായ്ഫലം കിട്ടാൻ നിങ്ങൾ എന്താണ് നൽകിയതെന്ന് ചോദിക്കും. അപ്പൊ അതിൽ പലരും പറയും, ഞാന് വല്ലപ്പോഴും ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഞാൻ ലേശം കുമ്മായിട്ട് കൊടുക്കും, ചിലപ്പോൾ ഞാൻ ഫിഷോമിൻ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 4 മാസം 5 മാസം ഗ്യാപ്പിലാണ്. അപ്പൊ അവര് പ്ലാന്റ് വെച്ചത് ഡ്രമ്മിലോ ബോട്ടിലോ ആണ്. അപ്പൊ ഇതിന് വളങ്ങളൊന്നും കൊടുക്കാതെ ഇതിന്ന് എങ്ങനെയാണ് നമുക്ക് കായ്ഫലം കിട്ടുക, എങ്ങനെയാണ് ചെടികൾ വളരുക? ഇപ്പൊ മണ്ണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളങ്ങൾ എവിടാന്നുള്ള അന്വേഷിച്ചിട്ട് വേരുകൾ പോകും. അത്യാവശ്യം ചുറ്റുവട്ടത്തിൽ വളങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വേരുകൾ തേടി പിടിച്ചിട്ട് അത് വളങ്ങൾ കണ്ടെത്തും. പക്ഷെ പോട്ടിലോ ഡ്രമ്മിലോ നട്ടിട്ടുള്ള ചെടികൾക്ക് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടിക്ക് എവിടെ നിന്നാണ് വളങ്ങൾ കിട്ടുക? കാരണം ഇപ്പൊ നമ്മളൊരു റൂമിൽ ഒരാളെ പൂട്ടിയിട്ടിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാതിരുന്ന ആള് ചത്തുപോകില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ പോട്ടിലും ഡ്രമ്മിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കണം. ഒരു വർഷത്തിലൊരു 4-5 തവണ ആയിട്ട് നമ്മൾ അടിവളങ്ങൾ കൊടുക്കണം. അതേപോലെ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുമ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കാൻ പാകത്തിന് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മളൊക്കെ പറമ്പിലൊക്കെ ചെടികൾ പ്ലാന്റ് മാവ് ഇതൊക്കെ കായ്ക്കുന്നത് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടാണോ എന്നുള്ളത്. അതിന്റെ ഒരു ഉത്തരം നേരത്തെ ഞാൻ പറഞ്ഞു. കാരണം ഇപ്പൊ നമ്മൾ ചെടി നിൽക്കുന്ന ആർക്കും കൂടുതൽ ടൈം കാത്തു നിൽക്കാനുള്ള ഒരു സമയമൊന്നുമില്ല. കാരണം പ്ലാന്റ് വെച്ചാൽ 2ാം വർഷത്തിൽ തന്നെ അത് കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പരാതികളായിരിക്കും, ആ നഴ്സറിനെ കുറ്റം പറയലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇന്ന പോലത്തെ യൂട്യൂബേഴ്സിനോടൊക്കെ സംശയം ചോദിക്കലായിരിക്കും, എന്റെ ചെടി കായ്ക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യുന്നത്. പണ്ട് അതാരും ചോദിക്കാൻ പോലൊന്നുമില്ല. കാരണം അവിടെ ഒരു മാവ് നട്ട തന്നെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അണ്ടി മുളച്ച് അത് വർഷങ്ങളോളം ഇരുന്ന് വലിപ്പം വെച്ച് അതിന്റെ അടുക്ക് ആ ചെടി കുറെ മുരടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് കൂമ്പ് വാടിപ്പോയിട്ടുണ്ടാവും. പിന്നീടും അടുത്ത മഴ വരുമ്പോൾ വീണ്ടും തളർത്ത് വരും. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് അതിന് കായ്ഫലം കിട്ടുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പ്ലാന്റ് വെക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഓരോ നിമിഷം അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് 2 വർഷം ആകുമ്പോൾ കായ്ച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വളങ്ങൾ കൊടുക്കേണ്ടി വരും. മണ്ണിലാണെന്നുണ്ടെങ്കിൽ ചെടികൾ വേരുകൾ അത് ചെടി വലുപ്പം വെക്കുന്നതനുസരിച്ചിട്ട് വേരുകൾ വളങ്ങൾ തേടിപ്പോയി പിടിക്കും. അപ്പൊ ഒരു മാവ് അണ്ടി മുളച്ചിട്ടാ വരുന്നുണ്ട്, 5-8 വർഷം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കഴിക്കും. അപ്പൊ പറമ്പിൽ താനെ വളരുന്ന ചെടികളും അതേപോലെ നമ്മളിപ്പോ ബഡ് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് വീട്ടിൽ വെക്കുന്നതും തമ്മിലുള്ള വളർച്ചയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം അതിന് കായ്ഫലം കിട്ടുന്നതിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വളങ്ങൾ നമ്മൾ എന്തായാലും കൊടുക്കണം. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്, ചെടികളെ വളർച്ചയ്ക്ക് ഏത് വളമാണോ അതാത് സമയത്ത് ഏത് വളമാണോ അത് മനസ്സിലാക്കി നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയന്റ് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോർമോണുകൾ ആണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഹോർമോൺ വളങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഹോർമോൺ വളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെടികളെ പ്രധാന വളർച്ചയ്ക്കും കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ടുള്ള വളങ്ങളൊന്നല്ല, അതിലേക്ക് സഹായിക്കുന്ന ഹോർമോൺ വളങ്ങളാണ് അതൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പലരും കുറച്ച് പേര് പറയുന്നതാണ് കേട്ടോ, ഞാൻ ഇന്ന വളം കൊടുത്ത, പക്ഷെ അത് ഹോർമോൺ വളമായിരിക്കും. പക്ഷെ ആ ഹോർമോൺ വളം മാത്രം കിട്ടിയത് കൊണ്ട് ചെടി നമുക്ക് കായ്ഫലം കിട്ടണമെന്നോ അല്ലെ ചെടി നല്ല രീതിയിൽ വളരണോ എന്നില്ല. അപ്പൊ അതാത് സമയത്ത് ഏത് വളമാണോ ചെടിക്ക് വേണ്ടത് എന്നുള്ള മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതമായിട്ട് വളങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം ഇപ്പൊ ഒരു വളം കൊടുത്താൽ ജൈവവളം, ഇപ്പൊ ഒരാളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു വളം കൊടുത്താൽ ആ വളം ചെടി വലിച്ചെടുക്കാനുള്ള ഒരു സാവകാശം കൊടുക്കണം. കാരണം നമ്മൾ ഇന്ന് ഇട്ട് കൊടുത്തപ്പോൾ ജൈവവളങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചെടികൾ അത് വലിച്ചെടുക്കുന്നില്ല. അത് കുറച്ച് ടൈം എടുക്കും. കാരണം അതൊന്ന് ലയ രൂപത്തിലായതിനു ശേഷം മാത്രമേ ചെടികളെ വേരുകൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇന്നൊരു വളം ഇട്ട് കൊടുത്ത് നാളെ അതിന് യാതൊരുവിധ ഗുണമില്ല എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ വളം കൊടുക്കുക, അല്ലെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ 4 ഭാഗത്തുനിന്നും വളങ്ങൾ സ്ട്രോങ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് ചെടിക്ക് ദോഷമാണ്. കാരണം ആ ചെടികൾ കരിഞ്ഞു പോകും, ചെടികൾ നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ജൈവ രൂപത്തിൽ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ച് നമ്മളൊരു കാലതാമസം കൊടുക്കണം. കാരണം അത് ചെടി അത് വലിച്ചെടുക്കാനുള്ള ഒരു പാകത്തിലാവുന്നവരെയുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഡെഫിഷ്യൻസി വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു 4-5 തവണ നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുക. മറ്റിപ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പോട്ടിലൊക്കെ വെക്കുന്നതിന് ഡെഫിഷ്യൻസി കാണാതിരിക്കാൻ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മാസത്തിൽ 1 തവണയെങ്കിലും ചുരുങ്ങിയതായിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെടികളിൽ ഈ വളത്തിന്റെ ഡെഫിഷ്യൻസി ഒന്നും കാണിക്കില്ല. കാരണം വളത്തിന്റെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ടൈമിലാണ് നമ്മൾ പെട്ടെന്ന് വലിക്കാൻ വേണ്ടി നമ്മൾ രാസവളം കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കീടശല്യം അതേപോലെ രോഗങ്ങളൊക്കെ. ഈ 2 കാരണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കായ്ഫലം കിട്ടാതിരിക്കാം. കാരണം ചെടികൾ വളർച്ച മുരടിച്ചിരിക്കാം.
അപ്പൊ ഈ രണ്ടും കൂടുതലായിട്ട് നമുക്ക് മഴക്കാലത്തൊക്കെയാണ് കൂടുതലായിട്ട് കാണുക. ഇപ്പോ ഫ്രൂട്ട് പ്ലാന്റ് വീട്ടിൽ നട്ടവർക്കൊക്കെ കണ്ടാൽ കാണാം, കാരണം മേൽഭാഗം കൂമ്പൊക്കെ കരിഞ്ഞു പോയിരിക്കുക, കുമിൾ രോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ വരുന്നതിനും അതേപോലെ തന്നെ കീടങ്ങൾ വരുന്നതിനും ഒക്കെ നമ്മളെ ശ്രദ്ധക്കുറവാണ് പ്രധാനപ്പെട്ട കാരണം കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അതിന്റെ ചോട്ടിലൊന്ന് നിരീക്ഷിച്ചു പോവാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കറക്റ്റ് കാണുന്ന ടൈമിൽ തന്നെ ഒന്നെങ്കിൽ നമുക്ക് കൈകൊണ്ട് നുള്ളിട്ട് മാറ്റാനുള്ള ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ജൈവ രൂപത്തിലുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ ഫംഗിസൈഡ് ഒക്കെ നമുക്ക് ജൈവ രൂപത്തിലുണ്ട്. സൂഡോമോണസ് ഒക്കെ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിൽ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇങ്ങനത്തെ കുമിൾ രോഗങ്ങളൊക്കെ ഒരുപാട് നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ കീടനാശിനികളാണെന്നുണ്ടെങ്കിൽ ജൈവ രൂപത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട്, കാരണം അത് നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ കീടശല്യം ഇല്ലാന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിച്ച് ചെടിക്ക് യാതൊരു ദോഷമില്ല, ചെടിക്ക് ഗുണം തന്നെ ഉള്ളൂ. അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇത് സ്പ്രേ ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോവാന്നുണ്ടെങ്കിൽ കീടശല്യം നമ്മുടെ ചെടിയിൽ അധികമായിട്ട് വരില്ല. നമ്മൾ ശ്രദ്ധ എവിടുന്ന് മാറിയോ അപ്പോഴാണ് ഇതൊക്കെ പെട്ടെന്നായിട്ട് വരും. ഇപ്പൊ ഞാൻ തന്നെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്തിട്ട്, കാരണം ഞാനിപ്പോ ഒരു 2 ആഴ്ചയായിട്ട് ചെടിയിൽ കാര്യമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ശ്രദ്ധിക്കാൻ പറ്റാത്ത ടൈമിൽ എന്റെ ചെടിയിലും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനും അതേപോലെ കുമിൾ രോഗങ്ങളും കീടശല്യം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു പ്ലാന്റും സ്വർഗത്തിലെ ചെടിയൊന്നുമല്ല. നമ്മളെ നാട്ടിൽ വെച്ച ഏത് എത്ര നല്ല കർഷകരാണെന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കീടശല്യം ഫംഗൽ ഇൻഫെക്ഷനും എല്ലാ രോഗങ്ങളും വരും. അപ്പൊ അത് വരാതിരിക്കാൻ മുൻകരുതലായിട്ട് ഇതേപോലത്തെ കീടനാശിനികളോ അല്ലെ ഫംഗിസൈഡോ ഒക്കെ നമ്മൾ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അടിച്ചു പോവാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കുറെ ഒക്കെ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് മഴ പെയ്യുമ്പോൾ മണ്ണിൽ പോഷകങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ടൈമിലും ചെടികൾ ചിലപ്പോൾ വളർച്ച മുരടിച്ച് നിൽക്കുന്ന പോലൊക്കെ കാണാം, പ്രത്യേകിച്ച് ഡ്രമ്മിലും പോട്ടിലൊക്കെ വെക്കുമ്പോൾ ഉള്ള ചെടികളെ. കാരണം മണ്ണിലുള്ളതൊക്കെ പിന്നെ അത്യാവശ്യം ഇങ്ങനെ വളർച്ചയിൽ പോകും, വളർച്ച ലേശം മുരടിച്ച് നല്ല ഓട്ടോമാറ്റിക് ആയിട്ട് വളർച്ചയിൽ പോകും. പക്ഷെ ബോട്ടിലോ ഡ്രമ്മിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ല കണ്ടിന്യൂ ആയിട്ട് മഴ കൊണ്ടിരിക്കുമ്പോൾ ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന പോലെ കാണാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മഴ ഒന്ന് ഗ്യാപ്പ് കിട്ടുന്ന ടൈമിലൊക്കെ ജൈവ സ്ലറികൾ ഉണ്ടാക്കിയിട്ടൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മഴ ഒന്ന് മാറി നിൽക്കുന്ന ടൈമിൽ മണ്ണ് നല്ല രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അടിവളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ചെടി വീണ്ടും തന്നെ അത് തയ്ച്ചു വളർന്നോളൂ കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ വളപ്രയോഗത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ പല രീതിയിൽ വളപ്രയോഗം ഉണ്ട്. അത് ഏതാ കണ്ടന്റ് എന്നുള്ള മനസ്സിലാക്കി ആ ചെടിക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്ലാന്റ് ഡെയിലി ഒന്ന് നിരീക്ഷിക്കുക, പ്ലാന്റിന്റെ വളർച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുക. പ്രൂൺ ചെയ്യേണ്ട ടൈം ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ശിഖരങ്ങൾ വരും, അതിൽ നിന്നൊക്കെ പൂവിട്ട് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് കൃഷിയിൽ നമ്മൾ പരിപാലിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ കായ്ഫലം കിട്ടുന്നതാണ്, ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതുമാണ് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്